എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഓരോ യോഗ്യതയും പറയാനില്ലായേ, കൃപ ഒന്നു മാത്രം യേശുവേ. ഓരോ യോഗ്യതയും പറയാനില്ലായേ, കൃപ ഒന്നു മാത്രം യേശുവേ. അതേ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ദൈവമായ കർത്താവ് ദരിദ്രനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്യുന്ന ദൈവമാണ്. നമ്മുടെ കർത്താവ് നമ്മെ ഉയർത്തിയാൽ ആർക്കും തന്നെ നമ്മെ താഴ്ത്തുവാൻ കഴിയത്തില്ല. പാറമേൽ നമ്മെ ഉയർത്തുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ദൈവം തക്ക സമയത്ത് ഉയർത്തുവാൻ ആ കർത്താവിൻ്റെ ബലമുള്ള കൈക്കീഴിൽ നമുക്ക് താണിരിക്കാം. നിശ്ചയമായി കർത്താവ് നമ്മെ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. സ്തോത്രം. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ പ്രഭാതത്തിലും അല്പസമയ ചിന്തയ്ക്ക് ആധാരമായി 75 സങ്കീർത്തനങ്ങൾ അതിൻ്റെ 7 വചനം നമുക്ക് വായിക്കാം. ദൈവം ന്യായാധിപതിയാകുന്നു, അവൻ ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു. അതെ, നമ്മുടെ കർത്താവ് നമ്മെ ഉയർത്തുന്ന ദൈവമാണ്. എന്നാൽ നിഗളിച്ച് നടക്കുന്നവരെ, അഹങ്കരിച്ച് ജീവിക്കുന്നവരെ താഴ്ത്തുവാനും ദൈവം ആമേൻ സ്തോത്രം സ്തോത്രം മതിയായവനാ. താഴ്ത്തുകയും ചെയ്യും, ഉയർത്തുകയും ചെയ്യും. സ്തോത്രം. അതിനെക്കുറിച്ച് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 17 അധ്യായം അതിൻ്റെ 24 വചനത്തിൽ ആമേൻ യഹോവയുടെ അരുളപ്പാട് യെഹെസ്കേൽ പ്രവാചകന് ഇസ്രായേൽ ഗ്രഹത്തെക്കുറിച്ച് ഉണ്ടാകുന്നു. ആമേൻ. യഹോവയായ ഞാൻ ഉയരമുള്ള വൃക്ഷത്തെ താഴ്ത്തി താണിരുന്ന വൃക്ഷത്തെ ഉയർത്തുകയും പച്ചയായുള്ള വൃക്ഷത്തെ ഉണക്കി ഉണങ്ങിയ വൃക്ഷത്തെ തഴപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് കാട്ടിലെ സകല വൃക്ഷങ്ങളും അറിയും. യഹോവയായ ഞാൻ അത് പ്രസ്താവിച്ചും അനുഷ്ഠിച്ചും ഇരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ ദൈവം ആമേൻ വാക്ക് പറഞ്ഞാൽ വാക്ക് മാറാത്തവനാണ്. അത് പ്രസ്താവിച്ചും അനുഷ്ഠിച്ചും ഇരിക്കുന്നു. ഈ നാളുകളിൽ ആമേൻ സ്തോത്രം ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഒന്നുകൂടെ താഴ്ത്തി സമർപ്പിക്കാം. 22 വചനത്തിൽ വായിക്കുന്നു, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാനും ഉയരമുള്ള ദേവദാരുവിൻ്റെ ഒരു ശിഖരമെടുത്ത് നടും. ഒന്നാമതായി കർത്താവ് പറയുന്നത് ഉയരമുള്ള ദേവദാരു, ഒന്നാമതായി ഉയരമുള്ള വൃക്ഷം, അതിൻ്റെ ഒരു ശിഖരമെടുത്ത് നടുന്നു. അത് എവിടെ നടുന്നോ ഒന്നും നമുക്ക് വ്യക്തമല്ല. എന്നാൽ അതിൻ്റെ ഇളം ചില്ലികളുടെ അറ്റത്തു നിന്ന് ഇളയതായിരിക്കുന്ന ഒന്ന് ഞാൻ മുറിച്ചെടുത്ത് ഉയരവും ഉന്നതവുമായുള്ള ഒരു പർവ്വതത്തിൽ നടും. അതെ, ആമേൻ സ്തോത്രം. ദേവദാരുവിൻ്റെ ഉയരമുള്ള ദേവദാരുവിൻ്റെ ശിഖരമെടുത്ത് എവിടെ നടുന്നുവെന്ന് ഇവിടെ എഴുതിയിട്ടില്ല. നടും, ജസ്റ്റ് നോർമലി നടും. എന്നാൽ ആ ശിഖരത്തിൻ്റെ ഇളം ചില്ലുകളുടെ അറ്റത്തു നിന്ന് ഇളയതായിരിക്കുന്ന ഒന്നിനെ, അതായത് ഏറ്റവും ചെറുതായിരിക്കുന്ന അതിനെ ദൈവം മുറിച്ചെടുത്ത് എവിടെയാണ് നടുന്നത്? ഉയരവും ഉന്നതവുമായുള്ള പർവ്വതത്തിൽ നടും. അടുത്തതായി നാം വായിക്കുന്നു 23 വചനത്തിൽ, ഇസ്രായേലിൻ്റെ ഉയർന്ന പർവ്വതത്തിൽ ഞാൻ അത് നടും, അത് കൊമ്പുകളെ പുറപ്പെടുവിച്ച് ഫലം കായ്ച്ച് ഭംഗിയുള്ളൊരു ദേവദാരുവായി തീരും. ആമേൻ. ഇവിടെ ഏതാണ് ഭംഗിയുള്ള ദേവദാരുവായി തീരുന്നത്? ആ ഉയരമുള്ള ദേവദാരുവിൻ്റെ ശിഖരമല്ല, അതിൻ്റെ ഒരു ഇളം ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഇളതായിരിക്കുന്ന ഒന്ന്, ആ ഒരു ഭാഗം മുറിച്ചെടുത്ത് നടുന്നത്, ഉയരമുള്ള പർവ്വതത്തിൽ നടുന്നത്, അത് ആമേൻ അനേകം കൊമ്പുകളെ പുറപ്പെടുവിക്കുന്നു, ഫലം കായ്ക്കുന്നു. സ്തോത്രം. മാത്രമല്ല അത് ഭംഗിയുള്ളൊരു ദേവദാരുവായി തീരുന്നു. അതിൻ്റെ കീഴിൽ പലവിധ ചിറകുകളുള്ള പക്ഷികളൊക്കെയും പാർക്കും. അതിൻ്റെ കൊമ്പുകളുടെ നിഴലിൽ അവ വസിക്കും. പ്രിയ ദൈവമക്കളെ, മനുഷ്യർ കാണുന്നത് പോലെയല്ല കർത്താവ് നമ്മെ കാണുന്നത്. മനുഷ്യർ സ്തോത്രം ഒരു വ്യക്തിയുടെ കഴിവുകളും അവരുടെ ശാരീരിക സ്ഥിതികളും അവരുടെ സാമ്പത്തിക മേഖലകളും ഒക്കെ നോക്കിയാണ് ഒരു മനുഷ്യൻ്റെ ആത്മീയതയെ അളക്കുന്നത്.
എന്നാൽ ദൈവമായ കർത്താവ് ആമേൻ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ആ ദൈവഭക്തി മറ്റുള്ളവരെക്കാളും മറ്റുള്ളവരെ പോലെ എടുത്തു പറയുവാൻ എനിക്കൊന്നുമില്ല, എന്നാലും ഉള്ളതിൽ വിശ്വസ്തരായിരിക്കുന്ന ആ അനുഭവം, പ്രാർത്ഥനാ ജീവിതം, വിശുദ്ധ ജീവിതം, ഭയഭക്തിയോടെ, ആത്മാവിൻ്റെ ഫലങ്ങളോടെ, ദൈവകൃപകളോടെ, ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ആ ഒരു വ്യക്തിയെ നിശ്ചയമായി കർത്താവ് മാനിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആയതിനാൽ ഭാരപ്പെട്ടു പോകണ്ട, നിരാശപ്പെട്ട് തളർന്നു പോകണ്ട, നിശ്ചയമായി കർത്താവ് നമ്മെ മാനിക്കും. എന്നാൽ ആമേൻ സ്തോത്രം, ഒരിക്കലും ആമേൻ സ്തോത്രം ആത്മീക ശുശ്രൂഷയിലോ അല്ലെങ്കിൽ മറ്റു നമ്മുടെ സാമ്പത്തിക മേഖലകളിലോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിലോ യാതൊരു കാര്യങ്ങളിലും നമുക്കൊരു അഹങ്കാരമോ ഒരു ഉന്നത ഭാവമോ ഒരിക്കലും പാടില്ല. എങ്കിൽ നിശ്ചയമായി കർത്താവ് നമ്മെ താഴ്ത്തും. കാരണം കർത്താവ് പ്രസ്താവിച്ചും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. വീണ്ടും ദൈവകരങ്ങൾ നമ്മെ താഴ്ത്തി ഏൽപ്പിക്കുമെങ്കിൽ നിശ്ചയമായി കാട്ടിലെ സകല വൃക്ഷങ്ങളും അറിയുമെന്ന് നമ്മൾ വായിക്കുന്നത് പോലെ സകലരും കാണത്തക്ക രീതിയിൽ കർത്താവ് നമ്മെ ഒരു ദിവസം മാനിക്കും. മാത്രമല്ല കർത്താവിൻ്റെ വരവിങ്കൽ എടുക്കപ്പെടുവാൻ നമ്മെ തന്നെ ഒന്നുകൂടെ ദൈവകരങ്ങൾ താഴ്ത്തി സമർപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്ക് സ്തോത്രം. വചനപ്രകാരം ഞങ്ങൾ അങ്ങ് പൂർണ്ണമായി താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു, അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവേ. അപ്പോൾ അങ്ങ് ഞങ്ങളെ ഉയർത്തുന്ന ദിവസം ഏറ്റവും ആഗതമായിരിക്കുക സ്തോത്രം. അപ്പോൾ ആ സ്തോത്രം ഹൃദയത്തിലെ ഉന്നത ഭാവൊന്നുകളെ ഹൃദയങ്ങളൊക്കെ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമ്പൂർണ്ണമായി താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു.